ഹലോ ഫ്രണ്ട്സ്, ഏകദേശം 2 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലില് ഒരു ബാലയ്യയുടെ സിനിമ, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ബാലയ്യയുടെ സിനിമയ്ക്ക് എല്ലാവരും പോസിറ്റീവ് കമന്റ് ഇടുന്നു, പിന്നെ അത് ഇൻസ്റ്റഗ്രാമിൽ ചർച്ചയാവുന്നു. അങ്ങനെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് മൊത്തം ഇരുന്ന് കണ്ട ഒരു ബാലയ്യയുടെ സിനിമയാണ് ദാക്കു മഹാരാജ്. അത് PR വർക്കാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ദാക്കു മഹാരാജിലോട്ട് വരുമ്പോഴത്തേക്കും സിനിമ ഓക്കെ ആയിരുന്നു. എന്താ പറയാ, പുള്ളിയുടെ ഒരു കത്തി കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ദാക്കു മഹാരാജ് നമുക്ക് കണ്ടിരിക്കാം. എനിക്കും ഞാന് സിനിമയും കണ്ടു, സിനിമ കണ്ടിട്ട് ഒരു റോസ്റ്റും കണ്ടു. റോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ബാലയ്യ ആയതുകൊണ്ട് മാത്രം റോസ്റ്റ് ചെയ്തതുപോലെ ആയിപ്പോയി. അതിന് മുമ്പത്തെ പുള്ളിക്കാരന്റെ റോസ്റ്റ് ഒക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് ബാലയ്യയുടെ സിനിമ ആയതുകൊണ്ട് നമ്മൾ ചിരിക്കും എന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്തങ്ങ് പുള്ളി ചെയ്തു പോയതാണെന്ന് തോന്നുന്നു. സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും സിനിമ പക്ക ഒരു മാസ് എന്റർടൈൻമെന്റ് സിനിമയാണ്. നമ്മൾ ബാലയ്യയുടെ സിനിമയാണെന്ന് വെച്ച് കാണാതെ അങ്ങ് ഇരുന്നാൽ മതി. അതിൽ വരുന്നത് ബാലയ്യ അല്ല ഏതെങ്കിലും നമുക്കറിയാവുന്ന ഏതെങ്കിലും അതിൽ ബാലയ്യ നമുക്ക് കാണാനും പറ്റത്തില്ല. ഒരു പുള്ളിയുടെ ട്രോള് കാര്യങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഇത് പുള്ളിയുടെ ഒരു പീക്ക് സിനിമയാണ്. അതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും സെറ്റ് ഒരു സിനിമയായിരുന്നു. ഇതിൽ പിന്നെ എനിക്കൊരു ഇതായിട്ട് തോന്നിയത്, ഒരു ഐറ്റം ഡാൻസ് വരുന്നുണ്ട്. ആ ഒരു ഇത് മാത്രം ഒഴിവാക്കിയിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ഇതിൽ നിന്നേനെ. അതൊരു ചുമ്മാ കുത്തിക്കയറ്റിയത് പോലെ ആയിപ്പോയി. അത് ആ ഒരു നടിയെ നമ്മൾ പൈസ കൊടുത്ത് ഇറക്കി അത് മുതലാക്കണമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് കയറ്റിയ ഡാൻസ് പോലെ എനിക്ക് തോന്നി. അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സിനിമ ഒന്നൊന്നര മാസ സിനിമയാണ്. നമ്മൾ കൂടുതലായിട്ട് കഥ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു സാധാരണ മാസ് മസാല തെലുങ്ക് സിനിമ, അതിന്റെ പീക്ക് കിട്ടുക, അത് മാത്രം നമ്മൾ പ്രതീക്ഷിച്ച് കണ്ടു കഴിഞ്ഞാൽ സിനിമ സെറ്റ് സിനിമയായിരുന്നു ദാക്കു മഹാരാജ് എന്നുള്ളത്. അപ്പം എന്തായാലും ആ ഒരു ഇതിനെ റോസ്റ്റ് ചെയ്തതിനോട് അതല്ല അവരുടെ കാര്യമാണ്, പേഴ്സണൽ അഭിപ്രായമാണ്. ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, റോസ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളതൊക്കെ. എനിക്ക് തോന്നിയത് ഇത് ബാലയ്യയുടെ സിനിമ ആയതുകൊണ്ട് മാത്രം റോസ്റ്റ് ചെയ്തതുപോലെ എനിക്ക് അന്ന് വീഡിയോ കണ്ടപ്പോൾ തോന്നി. ഈ സിനിമ കാണാത്തവരായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമ കണ്ടോ, സിനിമ സെറ്റ് സിനിമയാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാൻ പോയ ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.